ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് കുക്കറിൽ എങ്ങനെ തേങ്ങാച്ചോറ് അല്ലെങ്കിൽ കോക്കനട്ട് റൈസ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിലേക്കായി കുക്കറിലേക്ക് കുറച്ച് നെയ്യൊഴിച്ച് അതിൽ സ്പൈസസ് ആഡ് ചെയ്യുക. അതിനുശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ നമ്മുടെ ടേസ്റ്റിന് ആവശ്യമായ കാഷ്യൂ നട്ടും ആഡ് ചെയ്യാവുന്നതാണ്. ഒരു 1-2 സവാള നീളത്തിലരിഞ്ഞ് അതിലേക്ക് ഉപ്പും ചേർത്ത് നല്ലോണം ഇളക്കുക. സവാള ഒന്ന് വഴണ്ട് വരുമ്പോൾ നമ്മൾ കഴുകി വച്ചേക്കുന്ന ബസുമതി റൈസ് ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നെയ്യും സവാളയുമായിട്ട് ഈ ബസുമതി റൈസ് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് അരി വേകാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് ഉപ്പുമിട്ട് നന്നായി മിക്സ് ചെയ്യുക. അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും ചേർത്ത് കൊടുക്കുക. അതാണല്ലോ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഒരു വിസിൽ മാത്രം കേട്ടാൽ മതി. അതിനുശേഷം പ്രഷർ പോയത് കഴിഞ്ഞിട്ട് നമ്മുടെ അരി വെന്തോന്ന് ചെക്ക് ചെയ്യാം. തേങ്ങാച്ചോറ് നല്ലോണം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് കുക്കറിൽ നമുക്ക് തേങ്ങാച്ചോറ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് തേങ്ങാച്ചോറ് ഉണ്ടാക്കാം. ചിക്കൻ കറിയുടെ കൂടെയും മട്ടൻ കറിയുടെ കൂടെയൊക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയുക. താങ്ക് യു. ബൈ ബൈ.